പതിവ് പോലെ മൂസാ നബി തൻ്റെ നാട്ടുകാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മൂസാ നബിയിൽ വിശ്വസിച്ച ഏകദേശം ആളുകളൊക്കെ ആ സദസ്സിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ സദസ്സാണ്. ആ സമയത്താണ് സദസ്സിലേക്ക് ഒരു പെണ്ണ് കടന്നു വരുന്നത്. അവൾ ആ സദസ്സിൻ്റെ മധ്യത്തിൽ തന്നെ ഇടം പിടിച്ചു. അങ്ങനെ ക്ലാസ് കുറച്ച് ചൂട് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്, മൂസാ നബിയെ, ഈ വ്യഭിചരിക്കുക എന്നത് ഒരു തെറ്റാണോ എന്ന്. മൂസാ നബി പറഞ്ഞു, തീർച്ചയായും വ്യഭിചാരം എന്നുള്ളത് വലിയൊരു തെറ്റ് തന്നെയാണ്. അവൾ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ഈ വ്യഭിചരിക്കുന്നവർക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള അർഹത ഉണ്ടോ എന്ന്. ആ സമയത്ത് മൂസാ നബി പറഞ്ഞു, വ്യഭിചരിക്കുന്നവർക്ക് ഉപദേശിക്കാനൊന്നും അർഹതയില്ല. അപ്പോൾ ആ പെണ്ണ് കുറച്ച് ഗൗരവത്തിൽ മൂസാ നബിയോട് പറയുന്നുണ്ട്, എന്നാൽ നിങ്ങളുടെ ഈ ഉപദേശം ഇപ്പോൾ നിർത്തിക്കൊള്ളണമെന്ന്. മൂസാ നബി അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. എന്താണ് ഇവള് പറയുന്നത് എന്ന് മനസ്സിലാകാതെ ഒരല്പനേരം ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. മൂസാ നബി ആകെ ഇല്ലാതായി പോയി. എത്ര വലിയ വ്യഭിചാരോപണമാണ് തൻ്റെ നേർക്ക് ഉയർത്തിയിരിക്കുന്നത്, അതും നാട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ വലിയ സദസ്സിൽ വെച്ചുകൊണ്ട്. ജനങ്ങളൊന്നും കാര്യം മനസ്സിലാകാതെ പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സമയത്ത് വല്ലാതെ മനസ്സ് വേദനിച്ചുകൊണ്ട് മൂസാ നബി നടത്തുന്ന ഒരു പ്രാർത്ഥന, തൻ്റെ ലക്ഷ്യം വിജയിക്കാതെ പോവുകയും നാട്ടിലുള്ള ആളുകളിൽ നിന്ന് കടുത്ത വിമർശനം ഏറ്റുവാങ്ങുകയും ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ആ പെണ്ണ് അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അവൾ വിളിച്ചു പറയുന്നുണ്ട്, എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ഖാറൂനാണ് എന്ന്. അദ്ദേഹം എനിക്ക് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം തരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങോട്ട് വിട്ടതാണ്. പിന്നെ ആളുകൾക്ക് കാര്യം തിരിയാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ഖാറൂനിൻ്റെ ജീവിതം എന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ വലിയൊരു ഏടാണ്. ആ ഒരു കൗതുകകരമായ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത ഒരു ശിഷ്യനാണ് ഖാറൂൻ എന്ന് പറയുന്നത്. എല്ലാ സമയത്തും മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കൂടെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് മൂസാ നബിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ശിഷ്യൻ കൂടിയായിരുന്നു ഈ ഖാറൂൻ. ഖാറൂനിൻ്റെ ജീവിത പശ്ചാത്തലം എന്ന് പറയുന്നത്, അദ്ദേഹം വളരെ ദരിദ്രനാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾ പല ദിവസങ്ങളിലും പട്ടിണിയാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് കരയുന്ന കുട്ടികളെയാണ് എല്ലാ ദിവസവും ഖാറൂൻ കാണുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചെത്താൻ ഏറെ വൈകുന്നതിനാൽ അന്ന് പിന്നെ ജോലിക്ക് പോകാനൊന്നും അദ്ദേഹത്തിന് സമയവും കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പട്ടിണിയും പരിവട്ടമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇനി എനിക്കെന്തെങ്കിലും ഒരു സ്ഥിര വരുമാനത്തിനുള്ള മാർഗം കിട്ടിയാൽ പിന്നെ എല്ലാ സമയവും മൂസാ നബിയുടെ കൂടെ ചിലവഴിക്കാമല്ലോ. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് അറിവ് പഠിക്കാനുള്ള ഒരുപാട് സമയമൊക്കെ എനിക്ക് കിട്ടുമല്ലോ എന്നുള്ള ഒരു നല്ല ചിന്ത ഖാറൂൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. സമ്പത്തും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവുമ്പോൾ മക്കളിൽ നിന്നും ഭാര്യയിൽ നിന്നൊന്നും പിന്നെ അത്ര ആക്ഷേപങ്ങളും കാര്യമൊന്നും ഉണ്ടാവുകയില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം മൂസാ നബിയോട് വന്ന് പറയാണ്, മൂസാ നബിയെ, അവിടുന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് സമ്പത്തിൽ വർധനവുണ്ടാവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ സമ്പത്ത് വർദ്ധിച്ചാൽ എൻ്റെ എല്ലാ സമയവും നിങ്ങളുടെ കൂടെ ചിലവഴിക്കാമല്ലോ എന്ന ഒരു നല്ല ആശയം മൂസാ നബിയോട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. കേട്ടപ്പോൾ തന്നെ മൂസാ നബിക്ക് ബോധ്യമായി അതത്ര ഒരു നല്ല ആശയമല്ല എന്ന്. കാരണം സമ്പത്ത് കുമിഞ്ഞുകൂടിയാൽ മനുഷ്യൻ്റെ സ്വഭാവം മാറുന്നുള്ളത് മൂസാ നബിക്ക് ഏറെ അറിയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ അരുമ ശിഷ്യനെ അവിടെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്തു, മോനെ, നിൻ്റെ അടുത്ത് ഇപ്പോൾ സമ്പത്തില്ല എന്നത് ശരിയാണ്. പക്ഷേ നീ പറയുന്നത് സമ്പത്ത് ഉണ്ടായാൽ കൂടുതൽ സമയം എൻ്റെ അടുത്ത് ചിലവഴിക്കാമെന്നാണ്. പക്ഷെ സമ്പത്ത് കൂടുമ്പോൾ നിനക്ക് ഇപ്പോൾ കിട്ടുന്ന സമയം പോലും കിട്ടാത്ത സാഹചര്യം വരും. നീ ഇപ്പോൾ പഠിക്കുന്ന അറിവുകൾ പഠിക്കാനുള്ള സമയമൊന്നും നിനക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പോകുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. പക്ഷേ ഖാറൂൻ മൂസാ നബിയെ വിട്ടില്ല. അദ്ദേഹം സദാസമയം കാണുമ്പോഴൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു, നബിയെ, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്തു തരണം. മൂസാ നബി അപ്പോഴൊക്കെ പറഞ്ഞു, മോനെ, സമ്പത്ത് വർദ്ധിച്ചാൽ അത് നിനക്ക് ദോഷമായിട്ടാണ് ഭവിക്കുകയാണ്. പക്ഷേ ഖാറൂൻ്റെ നിർബന്ധത്തിൽ വഴങ്ങിയിട്ട് ഒരു ദിവസം മൂസാ നബി അലൈഹി സ്വലാം ദുആ ചെയ്തു കൊടുക്കുന്നുണ്ട്, അള്ളാഹുവേ, ഖാറൂൻ്റെ സമ്പത്തിൽ നീ ബർക്കത്ത് ചെയ്യണമെന്ന്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഖാറൂൻ്റെ സമ്പത്ത് വളർന്നു വരാൻ തുടങ്ങി. അദ്ദേഹത്തിന് കുറച്ച് ആടുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ആടുകളൊക്കെ പെറ്റു പെരുകാൻ തുടങ്ങി. ആട്ടിൻകൂട്ടങ്ങളുടെ ഒരു ഉടമയായി മാറി ഖാറൂൻ എന്ന് പറയുന്ന വ്യക്തി. മാത്രമല്ല,
ഈ ആടിനെ വിറ്റ് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് അദ്ദേഹം മറ്റു പല ബിസിനസ്സുകളും തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഹാറൂൻ പതുക്കെ പതുക്കെ സമ്പന്നനായിക്കൊണ്ടിരിക്കുകയാണ്. ഹാറൂൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം എല്ലാ ദിവസവും അധിക സമയവും മൂസാ നബിയുടെ കൂടെ ചെലവഴിക്കാൻ തുടങ്ങി. കാരണം ഇപ്പൊ ജോലിക്കൊന്നും പോകേണ്ട കാര്യമില്ല, അദ്ദേഹത്തിന് ജോലിക്കാരുണ്ട്. അതുപോലെ തന്നെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പരിവാരകരുണ്ട്. എവിടേക്കെങ്കിലുമൊക്കെ പോകുകയാണെങ്കിൽ തന്നെ ഒപ്പം പോരാൻ ആളുണ്ട്. ഒരു നാട്ടിലെ പ്രമുഖ സമ്പന്നനായിട്ട് ഇപ്പോൾ ഹാറൂൻ മാറിയിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും ഹാറൂൻ്റെ സമ്പത്തിൻ്റെ വർധനവ് നിന്നില്ല. കുമിഞ്ഞുകൂടാൻ തുടങ്ങി സമ്പത്ത്. എല്ലാം സ്വർണവും വെള്ളിയുമായി മാറാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടിലുള്ള ആളുകൾ വന്ന് മൂസാ നബിയോട് പരാതി പറയുന്നത്, ഹാറൂനിൻ്റെ ആടുകൾ ഞങ്ങളുടെ വളപ്പിൽ കയറിയിട്ട് അവിടെയുള്ള സസ്യങ്ങൾ മുഴുവനും നശിപ്പിക്കുകയാണ്. ഞങ്ങളുടെ കൃഷി സർവ്വതും ഹാറൂൻ്റെ ആടുകൾ കടന്നു മേഞ്ഞ് ഇല്ലാതാക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് അദ്ദേഹത്തെ ഉപദേശിക്കണം, ഞങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം കേൾക്കുന്നില്ല എന്ന്. മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ ശിഷ്യനോട് വളരെ താഴ്മയോടെ പറഞ്ഞു, നീ നിൻ്റെ ആടുകളെ നല്ല രീതിയിൽ നിയന്ത്രിക്കണം. മറ്റുള്ളവർ നിൻ്റെ ആട് കാരണം പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കേട്ടപ്പോൾ ഹാറൂൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ ആട് നോക്കാൻ ആളെ വെച്ചിട്ടുണ്ട്. പക്ഷേ അവർ നോക്കുന്നതിൽ വരുന്ന വീഴ്ച കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അടുത്ത ദിവസം മുതൽ ഹാറൂൻ ഒരു ആട്ടിടയനാവുന്നുണ്ട്. ആടിനെ നോക്കാൻ പോകുന്ന വലിയ സമ്പന്നൻ. അദ്ദേഹത്തിനിപ്പോൾ മൂസാ നബിയുടെ ക്ലാസ്സിൽ വന്നിരിക്കാൻ സമയമില്ല. മൂസാ നബിയോട് കൂടെ നടന്നുകൊണ്ട് അറിവ് പഠിക്കാൻ കഴിയുന്നില്ല. എല്ലാ സമയവും സമ്പത്ത് പരിപാലിക്കുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു ചേർന്നിരിക്കുന്നത്. അങ്ങനെ കാലങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞുപോയി. ഇപ്പോൾ നാട്ടിലെ സമ്പന്നനായ ഹാറൂൻ നാട്ടിൽ വലിയൊരു കൊട്ടാരം നിർമ്മിക്കുന്നുണ്ട്. അമ്പരചുംബിയായ കൊട്ടാരത്തിൻ്റെ ഉദ്ഘാടന ദിവസം ആളുകളൊക്കെ ഏറെ സന്തോഷത്തോടെ നാട്ടുപ്രമാണിയുടെ കൊട്ടാരത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഹാറൂൻ്റെ വീട്ടിൽ തടിച്ചു കൂടുന്നുണ്ട്. ആ സമയത്ത് ആ സദസ്സിലേക്ക് ആളുകളൊക്കെ ഏറെ സന്തോഷത്തോടെ നാട്ടുപ്രമാണിയായ ഹാറൂനിൻ്റെ കൊട്ടാരത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് അവിടെ തടിച്ചു കൂടുന്നുണ്ട്. ആ സദസ്സിലേക്കാണ് മൂസാ നബി അലൈഹിസ്സലാം കടന്നു വരുന്നത്. ഈ ഒരു ദൂർത്തൊന്നും മൂസാ നബിക്ക് അത്ര സഹിച്ചിരുന്നില്ല. ആളുകളോട്, തന്നെ വിശ്വസിച്ച മനുഷ്യരോട് പറയുന്നുണ്ട്, സമ്പത്തിനെ നിങ്ങളിങ്ങനെ ദൂർത്തടിച്ച് കളയരുത് എന്ന്. മാത്രമല്ല, ഹാറൂൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ സക്കാത്ത് പിരിച്ചു കൊണ്ടുവരണം. മാത്രമല്ല, ഹാറൂൻ്റെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് പിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരാളെ പറഞ്ഞയക്കുന്നുണ്ട്. ഹാറൂൻ്റെ വീട്ടിൽ ചെന്നുകൊണ്ട് സക്കാത്ത് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് ദേഷ്യത്തോടെ പെരുമാറുന്നുണ്ട്. ഞാൻ എൻ്റെ ബുദ്ധി വെച്ചുകൊണ്ട്, എൻ്റെ തന്ത്രങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ നിർമ്മിച്ച സമ്പത്തിനെ ഞാൻ എന്തിന് സക്കാത്ത് കൊടുക്കണം? വേണമെങ്കിൽ മൂസയോട് കൊടുക്കാൻ പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു യാചകയായ ഒരു പെണ്ണ് കടന്നു വരുന്നത്. അവളൊരു വേശ്യപ്പെണ്ണാണ്. കടന്നു വന്നിട്ട് ഹാറൂനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഭക്ഷണത്തിന് എന്തെങ്കിലുമൊക്കെ തരണമെന്ന്. ഹാറൂൻ ഇത് കണ്ടപ്പോൾ പുതിയൊരു ആശയം ഉദിക്കുകയാണ്. മൂസയെ നശിപ്പിക്കാനുള്ള ഒരു പുതിയ നമ്പറായിട്ട് ഹാറൂൻ ഇതിനെ കാണുകയാണ്. അവളോട് പറയുന്നുണ്ട്, നിനക്ക് വേണ്ട സ്വർണ്ണ നാണയങ്ങൾ വേണ്ടുവോളം ഞാൻ തരാം, പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സദസ്സിൽ പോയിട്ട് അവനൊരു വ്യഭിചാരിയാണെന്ന് നീ വിളിച്ചു പറഞ്ഞാൽ മാത്രം മതിയാണ്. ഈ ഹാറൂനിൻ്റെ വെള്ളിക്കാശിന് വേണ്ടിയിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വലിയ സദസ്സിലേക്ക് നമ്മൾ മുമ്പ് പറഞ്ഞു വെച്ച പോലെ ആ പെണ്ണ് കടന്നു വന്നിരുന്നു. ഏതായിരുന്നാലും സമ്പത്തൊരു മനുഷ്യനുണ്ടാക്കിയ ദുഷിച്ച പരിവർത്തനത്തെക്കുറിച്ചുള്ള ചരിത്രമാണ് ഹാറൂൻ പറഞ്ഞു വെച്ചത്. തൻ്റെ അരുമ ശിഷ്യൻ്റെ ദുഷിച്ച പരിവർത്തനം കണ്ട് മനസ്സ് പൊട്ടിയ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. ആ സമയത്താണ് നാട്ടിൽ മുഴുവനും ആ വലിയ വാർത്ത പരക്കുന്നത്. ഹാറൂനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും അദ്ദേഹത്തിൻ്റെ കൊട്ടാരമടക്കം എല്ലാം ഭൂമി വിഴുങ്ങിക്കള